ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു അൽ ഷസാം. ആൻഡ് നമ്മൾ ഇന്ന് ഒരു പരിപാടിക്ക് പോവുകയാണ്. ദ പവർ ഗ്രൂപ്പ് ഇസ് ഗോയിങ് ടു എ പരിപാടി ഗൈസ്. എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ പിടിയില്ല. എന്തിനാണെങ്കിലും അവിടെ പോകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 150 പേര് ഉള്ള ഒരു അലൂമിനായി, ഏതൊരു കോളേജിന്റെ അലൂമിനായി മീറ്റിംഗ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ പോവുകയാണ്. യാസർ താഴെ വന്നിട്ടുണ്ട്, നൊമാഡിയനും എസ്കേപ്പിയും നമ്മുടെ സുബിനോളജിയൊക്കെ ഓൺ ദ വേ ആണ്. സോ ലെറ്റ്സ് ഗോ ദേർ ആൻഡ് ഹാവ് സം ഫൺ. ഇവിടെ വന്ന് ഇരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. വന്ന് ഇരിക്കാമല്ലോ. ഇരിക്കാം. എസ്കേപ്പി എന്തുണ്ട്? നിങ്ങളെ വൺ ലുക്കാണോ രണ്ടുപേരും? അല്ലേ? ആ ലുക്കില്ലേ രണ്ടുപേരും? ലുക്കില്ലേ? ഞാൻ അവിടെ പറഞ്ഞു ഈ കണ്ണട മാച്ച് ആവുന്നു. ഞാൻ അവരോട് പറഞ്ഞു ഇത് നിങ്ങളെ കണ്ണാടിയാണ്? അവന്റെ കണ്ണടയാണ്. ഞാൻ പറഞ്ഞു മാച്ച് ആവുന്നില്ല, ഇതാണ് മാച്ച്. ഇതാണ് മാച്ച്. അതേപോലെ ഈ കണ്ണട എന്റെ ടയറിന് മാച്ച് ആവുന്നില്ല. അപ്പൊ ഞാൻ കൊള്ളാം ഗൈസ്. മുവേല കിങ് അങ്ങനെ ദുബായിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നെ അവിടെ ആരും വിളിച്ചില്ലേ ഇതിനൊന്നും, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും? അല്ല ഹായ് ഗൈസ്, മുംബൈയിലേന്ന് ഇവിടെ വന്ന് ദുബായിലെ ആൾക്കാർക്കാടാ നിന്നെ വേണ്ടത്. കഷ്ടം തന്നെടാ, കഷ്ടം. ആര്? അവര് വന്നിട്ട് പറഞ്ഞു ബ്രോ നിങ്ങളെ പറ്റി സംസാരിച്ച് വന്നേ ഉള്ളു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ ഒന്ന് ഡാൻസ് കളിക്കുന്നത്. നിങ്ങൾ കളിക്കും ഓരോ ഡാൻസ്? എനിക്ക് ഡാൻസ് കളിക്കണം. എനിക്ക് തല വിൽക്കാനേ അറിയാം. തല വിൽക്കാനല്ലേ അറിയുള്ളൂ. അതെ, നമ്മൾ തല വിൽക്കാൻ റെഡിയാണ് ഗൈസ്. സ്കേപ്പേ ഡാൻസ് കളിക്കാൻ റെഡിയല്ലേ? ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടെന്നാണ് പറയണത്. ബാർവതേന്തോ മോക്കി ഭീമന്റെ കൂടെ ഡാൻസിലെ ഗൈസ്, അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ പരിപാടി തുടങ്ങാൻ പോകുന്നു. നമ്മൾ ശിങ്കാരി മേളത്തോടെ നമ്മൾ കയറുകയാണ്. അങ്ങനെ നമ്മളൊരു റൂമിൽ കൊണ്ട് പൂട്ടിയിട്ടേക്കാണ്. ഇനി ബിഗ് ബോസ് സംസാരിക്കുന്നതായിരിക്കും. ബിഗ് ബോസ് ഉച്ചയ്ക്ക് 12 മണി ശിങ്കാരി മേളം വെച്ചാണ് എൻട്രി ആക്കുക. വേറെ ലെവല്. പക്ഷെ ഇത് നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്. നമ്മൾ 4 പേരും ഒരുമിച്ച് ചെയ്യുന്ന. അതെ, ഒരു സംഭവം സാധനം കിട്ടി. നമ്മുടെ ഇടയിലും അവരുടെ ഇടയിലും കോമൺ സാധനമുണ്ട്. കിട്ടിയ സാധനം ഞാൻ സ്റ്റേജിൽ പറയും. ഞാൻ ട്രൈ ചെയ്തോട്ടെ. ഇങ്ങനെയൊക്കെയാണ് പറയാൻ പോണോ? മുവേല കമ്മീഷനിൽ എന്ന് കേൾക്കുമ്പോ എത്ര പേർക്ക് നിങ്ങൾക്ക് എന്നെ അറിയുന്ന അറിയത്തില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇത് സുബിനോളജി. ഷസാം എല്ലാവർക്കും അറിയാം, ലൈക് ടെക് ആണ്. പിന്നെ എന്റെ ഫ്രണ്ട് യാസർ, പിന്നെ നമ്മുടെ പിന്മുറയിൽ നിന്നും പ്രവർത്തിക്കുന്ന നമ്മുടെ പവർ ഗ്രൂപ്പിലെ മെയിൻ പവറാണ് എസ്കേപ്പ്. അല്ല, ആ പവർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മളീ പോകുന്ന വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നതാണ് കൂടുതലും. ഇന്ന് അവയില്ലെങ്കിൽ ഇന്ന് ഈ പരിപാടി ഇല്ല. അവയില്ലെങ്കിൽ പരിപാടി ആ സോപ്പിനാണ് ഇപ്പൊ കാര്യം മനസ്സിലായി. പിന്നെ സുബിനോളജി എല്ലാവർക്കും അറിയാം. ദുബായിലുള്ള മോസ്റ്റ്ലി ആൾക്കാർക്ക് സുബിനോളജി അറിയാം. ഇപ്പൊ ആങ്കർ ആണ്. ഇതൊക്കെയാണ് നീ പറയാൻ പോണോ? നമുക്ക് അണ്ണാ നിങ്ങൾ സംസാരിച്ചത് കേട്ടാ. ആദ്യത്തെ പരിപാടി പവർ ഗ്രൂപ്പിന്റെ ആദ്യത്തെ പരിപാടിയാണ്. ചെറുതിൽ തുടങ്ങി വലുതിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ ചെറിയ പോസിറ്റീവ് എനിക്ക് പേടിയുണ്ട്. നിങ്ങൾ വെറുതെ ഇവിടെ പാർക്കിംഗ് ഇല്ലാണ്ട്
നിങ്ങളുടെ എത്ര വാച്ച് ഉണ്ട്, ഏതൊക്കെ ഫോൺ ഉണ്ട്, എല്ലാം താങ്ക് യു. പേരെന്താ? സഞ്ജു. അത് ശരി, അവനെ ഞാൻ അന്വേഷിച്ചതായി പറയുക. ഗൈസ്, നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഫാമിലി അലൂമിനിയം ഫോട്ടോ. അലൂമിനിയം ഫോട്ടോ. അലൂമിനിയം ഫോട്ടോ. വേറെ ആരുണ്ട് കാർത്തിക് സൂര്യ ഫാൻസ്? ഹായ്. മൊബൈൽ കൊമേഴ്സ്യലോ? നിങ്ങൾ മൊബൈൽ കൊമേഴ്സ്യലാണ്? ഓ, കാർത്തിക് സൂര്യ ഫാൻസ് ആരെങ്കിലും ഉണ്ടോ? ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ് കാർത്തിക്കിന്. ഹായ്. ഹായ്. ആരെങ്കിലും ഉണ്ടോ കാർത്തിക് സൂര്യ ഫാൻസ്? എടാ നിനക്ക് ഒരുപാട് ഹായ്. സോറി, ഒരുപാട് ഹായ്. പാർട്ടി വാസ് നൈസ്. അപ്പൊ നമുക്ക് ഇനിയും കാണാം. ആസാദി ഏതാ? തോൽവി എസ് ഉണ്ടായിരുന്നു. അപ്പൊ ശരി, താങ്ക് യു. എവിടെയാണ് നമ്മൾ വരാം? ദമയന്തി റെസ്റ്റോറൻറ്റ്. ഓഹ്, ഇതെന്താടാ? ചില സമയത്ത് ഇങ്ങനെയാണ്, ചില സമയത്ത് ചാരം, ചില സ്ഥലത്ത് പോകാം. അതെ ഗൈസ്, നമ്മൾ ദമയന്തിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ യാസർ പറയുന്നത് ഇത് വൺ ഓഫ് ദ ടോപ്പ് നമ്പർ 1 ലാംബ് ചോപ്സ്. നമ്പർ 1 ഗൈസ്. 1, 2, 3, 5 അല്ല, നമ്പർ 1. വീഡിയോയിൽ വരാൻ അത് മറ്റേ കണ്ണ് വെക്കാതിരിക്കാനായിട്ട് അവര് ഒരു നോക്ക് കുത്തി നിർത്തിയിട്ടുണ്ട് ഗൈസ്, ഫ്രണ്ടിൽ തന്നെ. ഗൈസ്, ഇതാണ് ഗൈസ് ദമയന്തി. ജമയന്തി എന്നൊക്കെ പറയണല്ലോ, ജമന്തി. അങ്ങനെ നമുക്കൊരു ഗംഭീര ഒരു വാച്ച്മാനെ കിട്ടിയിരിക്കുകയാണ്. UAE നമ്പർ 1 ലാംബ് ചോപ്സ് എന്ന് ഈ മനുഷ്യനാണ് പറഞ്ഞത്. നമ്പർ 1. ഞാൻ നോക്കട്ടെ. പുള്ളിക്ക് എന്താ പറഞ്ഞുകൂടാത്ത? പുള്ളിക്ക് എന്തും പറയും. നല്ലതല്ലേ? കഴിക്കാതെ ഞാൻ സമ്മതിക്കൂല. അത് കട്ട് ചെയ്യണോ? നമ്മയുടെ ഇത് കട്ട് ചെയ്യണോ? എനിക്കൊരു തേങ്ങ അറിഞ്ഞൂടാ ഫുഡിനെ പറ്റി. രണ്ടുപേരും എന്റെ ആരാധകരും എന്തായാലും കമന്റ് എടുക്കുന്നുണ്ട്. അല്ല, ആരാധകൻ അവിടെ ഇരിക്കട്ടെ. ഫുഡിനെ പറ്റി അറിവില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഇങ്ങനെ അത്ര അറിവൊന്നും എനിക്കില്ല. ഇല്ല, സമ്മതിക്കുകയാണ്. ഈ വീഡിയോ എനിക്ക് ഇടാം. ഇട്ടോ, പിച്ച വെച്ച് വരുന്നതല്ലേ ഉള്ളു ചേട്ടാ. ചേട്ടന്റെ സമയം ഞാൻ ഓസ്കാർ മേടിക്കും. പിച്ചക്കൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പൊ നമുക്ക് കാണാം ഗൈസ്. നല്ല മൊരിഞ്ഞ ഫലാഫൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഫലാഫൽ ഹുമൂസിൽ മുക്കുക. ഇതാണ് ഇവിടെ UAE നമ്പർ 1 എന്ന് ലാംബ് ചോപ്സ് എന്ന് പറയുന്ന നമ്മുടെ സുബിനാണ് കേട്ടോ. സുബിൻ UAE നമ്പർ 1 ലാംബ് ചോപ്പ്. UAE വന്നാൽ കഴിക്കാൻ മറക്കരുത്. ബിസ്മില്ലാ. അല്ല, എനിക്കൊന്ന് നമ്പർ 1 ബ്ലോഗറായിട്ട് ഇങ്ങനെ ആകണം. അല്ല, നമുക്ക് അടുത്ത ബ്ലോഗിൽ നമ്പർ 1 ബ്ലോഗറായിട്ട് നമ്മൾ ഇങ്ങനെ പൊന്നാടണിക്കാനോ? മസ്റ്റ് ഹാവ് കേട്ടോ. ദുബായ് വരുന്നവര് ദമയന്തി മസ്റ്റായിട്ട് നിങ്ങൾ ദുബായ് വരികയാണെങ്കിൽ നിങ്ങൾ ലാംബ് ചോപ്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ പേര് ഞാൻ പറയുന്നത് ദമിയാത്തി. ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന TV-ലാണ്, ഇൻ്റർവ്യൂ ഷോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഏൽപ്പിക്കുന്നത് എനിക്ക് അടുത്ത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു നല്ലൊരു ഫുഡ് ബ്ലോഗർ മാർക്കറ്റുള്ളത് നൊമാഡിയനാണ്. അപ്പം കൂടുതലും വീഡിയോസ് നൊമാഡിയനിലേക്ക് നിങ്ങൾ എന്തോന്ന് നിങ്ങൾ അവസാനം പറഞ്ഞ എനിക്ക് ഒട്ടും അങ്ങോട്ട് ദഹിച്ചില്ല. ചോറ് കുത്തിരി ചോറ് കഴിച്ച നല്ലൊരു പലതും പറയിപ്പിക്കും. എന്നെയൊക്കെ പോലെ ഫുഡ് എൻജോയ് ചെയ്യുന്ന ഒരുത്തനാണ്. ഇവിടെ ഫുഡിനെ പറ്റി അറിവുള്ള എന്റെ കാഴ്ചപ്പാടിൽ 2 പേരാണ്. ദാണ്ട് ഈ 2 അണ്ണാ. താങ്ക്സ് കേട്ടോ, കിടിലം. സ്ഥലങ്ങൾ ഇനിയും നമുക്ക് ഇത് പുതിയല്ല, പഴയ സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്നത് പഴയ സ്ഥലമാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എന്റെ തലയിൽ എടുത്ത് പറയണമെന്നില്ല. നല്ല 2 വട്ടം പറഞ്ഞു. ഇനിയും പറയും.
നീ ഫോൺ വിളിച്ച് ഞാൻ പറയും. നിനക്ക് എന്റെ വെറുപ്പേ അറിഞ്ഞൂടാ. ഞാൻ ഇന്ന് വിളിച്ചു നോക്കി. ഇനി തൊട്ട് ഒരാഴ്ച എല്ലാ ദിവസവും ഞാൻ ഇത് വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ദമയന്തിയിലെ ഫുഡ് കിടിലമായിരുന്നു. വളരെ വളരെ 30 വർഷമായി ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. 30 വർഷമോ? തിന്നുക 38 വയസ്സായടാ. നമ്മളും അങ്ങനെയല്ല, ജനിച്ചെന്നോട്ട് ഫുഡ് കഴിക്കണല്ലോ. ഞാൻ വ്ളോഗിനായിട്ട് ഭക്ഷണം കഴിക്കണം. ഞാൻ വ്ളോഗിനായിട്ട് പാല് കുടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചു തുടങ്ങിയത്. അപ്പൊ പുള്ളി പറഞ്ഞത് ശരിയാണ്. മറ്റേ കുറുക്കൊന്നും കഴിക്കാറില്ല. പുള്ളി 10 കൊല്ലം കുറച്ച് അല്ല, കുറുക്ക് കഴിക്കാറില്ല. നീ പാല് മാത്രം കുടിക്കുള്ളൂ. നീ ആര് പൂച്ചേ? നീ പൂച്ചേ പാല് മാത്രം കുടിച്ചോണ്ടിരിക്കുക. കുറുക്ക് തരൂല എന്റെ അമ്മ. ആ സമയത്ത് അത് ഫുഡല്ലേ? എനിക്ക് കപ്പക്കെട്ടായിരുന്നു. കപ്പക്കെട്ടാ കൊച്ചിലെ. നിനക്ക് തോന്നി എനിക്ക് കപ്പക്കെട്ടുള്ള കൊച്ചായിരുന്നു. വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയവനല്ല ഞാൻ. അതല്ലേ കഴിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങനെ തന്നെ വിശന്നിട്ടാണ് കഴിക്കുന്നത്. അല്ല, ഞാൻ വിശന്നിട്ടുമല്ല, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എന്നെ കഴിക്കാം. കഴിക്കലൊരു ഭ്രാന്തായിരുന്നു. ഞാൻ എല്ലാവർക്കും അത് തന്നെ. ഫുഡ് കൊണ്ടുള്ള ഒരു ഇഷ്ടം കൊണ്ട്. അതെ, ഫുഡ് ഇഷ്ടമാണ്. ഒരു ഭ്രാന്ത്. ഒരു ഇങ്ങനെ വെറൈറ്റി സാധനങ്ങൾ കഴിക്കുന്നതിനോട് ഒരു ഭ്രാന്ത്. അപ്പൊ അതും പറഞ്ഞ് നമ്മളിത് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇവരെല്ലാവരും അവരെ വീട്ടിൽ പോവുകയാണ്. സോ എല്ലാവരും ടാറ്റ പറയൂ. ടാറ്റ ബൈ ബൈ ഗൈസ്. എല്ലാവർക്കും പവർ ബൈ. പവർ ബൈ. അവൻ ബൈ പറഞ്ഞു.